പാലക്കാട് പയറ്റുകാട്ടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. പയറ്റുകാട് മേഖലയിൽ ഇറങ്ങിയ PT-5 കാട് കയറ്റാൻ വനംവകുപ്പിന്റെ ശ്രമം. ഷോളയൂർ ചാവടിയൂരിന് സമീപം ജനവാസ മേഖലയിൽ ഒറ്റയാൻ ഇറങ്ങി. വിവരങ്ങളുമായി അരുൺ ആലത്തൂരുണ്ട്. അരുൺ, വീണ്ടും കാട്ടാന ഇറങ്ങി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ 2 ദിവസമായി ഇത് തന്നെയായിരുന്നു അവസ്ഥ. എന്താണ് നിലവിലെ സ്ഥിതി? തീർച്ചയായിട്ടും പാലക്കാട് ജില്ലയിലെ ജനവാസ മേഖലയിൽ തുടർച്ചയായി കാട്ടാന എത്തുകയാണ്. അട്ടപ്പാടിയിലെ ജനവാസ മേഖലയിൽ ഷോളയൂർ ചാവടിയൂരിന് സമീപത്ത് ഒറ്റയാനായിരുന്നു ഇന്ന് ഇറങ്ങിയത്. ഇതിനെ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ് RRT സംഘം പറയുന്നത്. അതേസമയം തന്നെ ഈ കഞ്ചിക്കോട് മേഖലയിൽ ഇപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത PT-5 എന്ന ആന ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. ഈ ആനയെ ഉടൻ തന്നെ പിടികൂടി അതിനെ കണ്ണിന്റെ ചികിത്സ നൽകുന്ന നടപടികളിലേക്ക് കടക്കുമെന്നായിരുന്നു വനം വകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന്റെ നടപടികൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ഈ കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളതിനാൽ തന്നെ അത് പൂർണ്ണമായും കാടിലേക്ക് കയറി പോകുന്നില്ല എന്ന് മാത്രമല്ല, ഈ ജനവാസ മേഖലയിലേക്ക് എപ്പോഴും എത്തുന്നു. ഇന്നലെ ഒരു തെങ്ങ് ഉൾപ്പെടെ മറിച്ചിടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിൽ ആന എത്തി ജനവാസ മേഖലയ്ക്ക് സമീപം നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് ഈ ആനയ്ക്ക് അടിയന്തരമായിട്ട് തന്നെ അതിനെ പിടികൂടി ചികിത്സ നൽകുന്ന നടപടികൾ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം കണ്ണിന് കാഴ്ച പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആന ജനവാസ മേഖലയിലേക്ക് എത്തി ആളുകളെയൊക്കെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറാനുള്ള സാധ്യത വളരെയേറെയാണ് എന്നുള്ളതാണ് നാട്ടുകാർ വലിയ ആശങ്കയായിട്ട് പങ്കുവയ്ക്കുന്നത്. അതേസമയം തന്നെ ആനയെ കുങ്കിയാനകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മയക്കുവെടി വെച്ചുകൊണ്ട് അതിനെ പിടികൂടി ചികിത്സ നൽകുന്ന നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ശരി അരുൺ, പാലക്കാട് പയറ്റുകാട്ടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. പയറ്റുകാട് മേഖലയിൽ ഇറങ്ങിയ PT-5 കാട് കയറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.